ഹലോ. സോ നമ്മൾ പിക്സൽ 10 Pro കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്യുകയാണ്. സോ അതിൻ്റെ ഒപ്പീനിയൻ പറയാൻ വേണ്ടി വന്നേക്കാണ്. ഹിയർ യു ഗോ. സോ ഇതാണ് ഐറ്റം. നമ്മൾ 2 വീക്സിൽ റിട്ടേൺ ചെയ്യാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ എനിക്കത് ഗൂഗിളായിട്ട് ഞാൻ ചാറ്റ് ചെയ്തിട്ട് എനിക്ക് കുറച്ച് ഇഷ്യൂസൊക്കെ വന്നതുകൊണ്ട് ഞാൻ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് ചോദിച്ചു. സോ ദേ എക്സ്റ്റെൻഡഡ് ദ റിട്ടേൺ പീരിയഡ് ടു 1 month. സോ എനിക്ക് 4 വീക്സ് ആക്ച്വലി കിട്ടി. So അതിൽ 3 വീക്സ് കഴിഞ്ഞു. This is the 4th week. So I'm just kind of going over my experience and opinion using it for 3 weeks. So let's start off with the negatives actually. So first thing is battery. So mainly എൻ്റെ Pixel 9 Pro experience I was so surprised with the battery that I was like, oh, like it is amazing. Even though the charging was really slow compared to Samsung 45 watts and all that. I'm not a pro user, ഭയങ്കര aggressive use ഒന്നുമില്ല എനിക്ക്. But Pixel 9 Pro really surprised me. പക്ഷേ that was missing here. Pixel 10 Pro first 2 weeks the battery life was not really great. ഞാൻ ചില ദിവസങ്ങളിലൊക്കെ എൻ്റെ ജോലി ഞാൻ 8 to 4:30 അല്ലെങ്കിൽ 5 PM ആണ്. സോ ആ സമയത്ത് ഞാൻ ബെയർലി യൂസ് ചെയ്യും. ഇതിനൊക്കെ ചെറിയ സെർച്ചോ അങ്ങനെ എന്തെങ്കിലും പരിപാടികൾ മാത്രമേ ഫോൺ യൂസ് ചെയ്യാറുള്ളൂ. There were days when the phone got to like 30% by end of the work. Like ഈ വർക്ക് കഴിയുമ്പോഴേക്കും 4:35 ആകുമ്പോഴേക്കും 40%, 30% ഒക്കെ ആയ ദിവസങ്ങളുണ്ടായിരുന്നു. And I'm like, I'm not even using the phone that much. പക്ഷേ I was like, okay, maybe first 2 weeks ഇങ്ങനെ അപ്ഗ്രേഡ്സും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡൗൺലോഡ്സും പരിപാടികളൊക്കെ ആയിട്ടായിരിക്കും. അതുകൊണ്ടാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓക്കെ എന്തെങ്കിലും അവിടെ നമുക്ക് ലെറ്റ് സീ. സോ അങ്ങനെയൊക്കെയാണ് ഞാൻ ഗൂഗിളായിട്ട് ചാറ്റ് ചെയ്തിട്ട് ദേ എക്സ്റ്റെൻഡഡ് ദ റിട്ടേൺ പീരിയഡ്. സോ ഇപ്പോൾ 3rd വീക്കൊക്കെ ആയപ്പോഴേക്കും ഇറ്റ്സ് ഗെറ്റിംഗ് ലിറ്റിൽ ബിറ്റ് ബെറ്റർ. പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് നത്തിങ് ലൈക്ക് Pixel 9 Pro. സോ ആ ഒരു സർപ്രൈസ് എലമെൻറ്റോ അല്ലെങ്കിൽ ആ ഒരു അമേസിങ് ബാറ്ററി ലൈഫ് ഫീൽ എനിക്കിത് ഇവിടെ കിട്ടുന്നില്ല. സോ പിന്നൊരു നെഗറ്റീവായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത് ഇവരുടെ ഭയങ്കരമായിട്ട് അഡ്വർടൈസ് ചെയ്തിരുന്ന ProRes Zoom ആണ്. സംഭവം നമ്മൾ സാംസങ്ങിൽ കാണാറുണ്ട് ഈ സൂം. ബേസിക്കലി ദേ ആർ യൂസിങ് AI ടു എൻഹാൻസ് ദ സൂംഡ് ഇമേജ്. ഞാനിങ്ങനെ 1-2 ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു, ഇങ്ങനെ മോണിൻ്റെ ഫോട്ടോസൊക്കെ സൂംഡ് ഇൻ ആയിട്ട്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ആക്ച്വൽ നമ്മൾ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ക്ലാരിറ്റി കുറവാണ്. ബട്ട് ദേ യൂസ് AI ടു ലൈക്ക് ക്രിയേറ്റ് ദിസ് അമേസിങ് ഭയങ്കര അടിപൊളി പിക്ചർ. ബട്ട് inside we know that that's not the actual picture. It's just AI reimagining the whole thing. So it's kind of like I'm impressed at the same time I'm not impressed. So അതുകൊണ്ട് അതെനിക്കൊരു നെഗറ്റീവായിട്ടാണ് ആക്ച്വലി ഇവൻച്വലി തോന്നിയത്. ദാറ്റ് നമ്മൾ ആക്ച്വലി എടുക്കുന്ന ഒരു സൂം കേപ്പബിലിറ്റി ഈസ് നോട്ട് ഗ്രേറ്റ് ഫോർ ദ ഫോൺ. പിന്നെ അതേപോലെ തന്നെ അവർ ഭയങ്കരമായിട്ട് അഡ്വർടൈസ് ചെയ്തതാണ് മാജിക് ക്യൂസ്. സോ ഞാനത് നമ്മൾ ഇത് പറയുന്ന പോലെ തന്നെ AI ഫീച്ചറാണ്. സോ അവർ സ്ലോലി ലേൺസ് ഓൾ ദ തിങ്സ് അബൌട്ട് യു ആൻഡ് ഹെൽപ്ഫുൾ ക്യൂസ് അല്ലെങ്കിൽ ഓരോ മെസ്സേജസോ അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽസ് നമുക്ക് കാണിക്കും എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ബേസിക്കലി ഇപ്പം ഓൾമോസ്റ്റ് 3 വീക്സ് ആയിട്ടും എനിക്ക് ഇതുവരെ യൂസ്ഫുൾ ആയിട്ടുള്ള വല്ല സംഭവമൊന്നും ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. ഒരു പ്രാവശ്യം ഏതോ ഒരു വാട്സപ്പ് ചാറ്റിലെങ്ങാണ്ട് ഇറ്റ് ഷോഡ് അപ്പ് എ ലൊക്കേഷൻ വിച്ച് വി വർ ടോക്കിംഗ് അബൌട്ട്. സോ ദാറ്റ്സ് ദ ഓൺലി ഇൻസ്റ്റൻസ് ഐ ഹാഡ് യൂസ് ഫോർ. അത് ഈവൻ യൂസ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ജസ്റ്റ് ഐഡൻറ്റിഫൈഡ് ആൻഡ് ഷോഡ് മീ ദ ലൊക്കേഷൻ. ദാറ്റ്സ് ഇറ്റ്. പക്ഷേ അതർ ദാൻ ദാറ്റ് ഇറ്റ് ഗെറ്റ്സ് കൈൻഡ് ഓഫ് അനോയിങ്. സംടൈംസ് നമ്മൾ ഒരാളെ ഫോൺ ചെയ്യുമ്പോഴൊക്കെ ഈ മാജിക് ക്യൂസിൻ്റെ അപ്പിയർ ചെയ്തിട്ട് അൺറിലേറ്റഡ് നമ്മൾ പണ്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസം മുന്നേ മെസ്സേജ് അയച്ച് നിർത്തിയ ആ മെസ്സേജൊക്കെ എടുത്ത് കാണിച്ചു തരും. ഞാൻ ലൈക്ക് ബ്രോ നമ്മൾ സംസാരിക്കുന്നത് വേറെ എന്തിനോ കുറിച്ചാണ്. സോ ദർ ഇസ് നോ പോയിന്റ്. സോ മാജിക് ക്യൂസ് അവർ അഡ്വർടൈസ് ചെയ്ത് അത്രയും ഒരു അടിപൊളി ഫീച്ചറായിട്ട് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തില്ല. മേ ബി ഇൽ ഗെറ്റ് ബെറ്റർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സോ അല്ലെങ്കിൽ ഈവൻ മോർ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ബെറ്റർ ആവുമായിരിക്കും. പക്ഷേ ആസ് ഓഫ് നൗ വിത്തിൻ 3 വീക്സ് ഐ ഡോണ്ട് ഫീൽ ഇറ്റ്സ് ദെയർ യെറ്റ്. പിന്നൊരു സംഭവമായിട്ട് എനിക്ക് കിട്ടിയത് കുറച്ച് ഹീറ്റിംഗ് ഇഷ്യൂസ് ആയിരുന്നു. അത് മെയിൻലി എനിക്ക് ഫസ്റ്റ് 2 വീക്സിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഓൾസോ ഐ വാസ് കൈൻഡ് ഓഫ് ഗിവിംഗ് ദ ലിബർട്ടി ദാറ്റ് ഓ മേ ബി ഇറ്റ്സ് ഓൾ ലേണിംഗ് AI പ്രോസസ്സിങ് പിന്നെ അങ്ങനത്തെ ഡൗൺലോഡിങ് ആൻഡ് ഓൾ ദാറ്റ് സ്റ്റഫ്. പക്ഷേ അത് കഴിഞ്ഞിട്ടും ഈവൻ ഇപ്പോഴും സംടൈംസ് വെൻ ദേഴ്സ് ലൈക്ക് ഗൂഗിൾ സ്റ്റോറിൽ നമുക്ക് മൾട്ടിപ്പിൾ ആപ്സ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാനൊക്കെ ഒരു 10-12 ആപ്പ് ഒരുമിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫോൺ നൈസായിട്ടൊന്ന് ചൂടാവും. ഭയങ്കര പൊള്ളുന്ന ചൂടൊന്നും അല്ല, പക്ഷേ ചെറുതായിട്ടൊന്ന് ചൂടാവും. മേ ബി ഇറ്റ്സ് ദാറ്റ് AI ചിപ്പ് അതിൻ്റെ കുറേ പ്രോസസ്സിങ്ങും പരിപാടികളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. സോ അതൊക്കെ ആയിരിക്കും എഫക്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഐ ഡിഡ്ന്റ് നോട്ടീസ് ദിസ് മച്ച് ഹീറ്റിംഗ് മെയിൻലി 9 Proയിൽ. പിന്നെ എനിക്ക് റാൻഡം ഗ്ലിച്ചസ് ഉണ്ടായിരുന്നു സോഫ്റ്റ്വെയറിൽ. അത് ഐ എം നോട്ട് എക്സാക്ട്ലി ഷുവർ 10 Proയുടെ റീസണായിട്ട് പറയണോ, പക്ഷേ നമ്മൾ 10 Pro യൂസ് ചെയ്യുമ്പോഴാണ് എനിക്ക് കണ്ടത്. 9 Proയിൽ ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തില്ല. സോ ഇറ്റ് വാസ് ലൈക്ക് മോസ്റ്റ്ലി Android 16ൻ്റെ ഇഷ്യൂവും കൂടി ആവാം. ചില ലോക്ക് സ്ക്രീൻ ഞാൻ സ്റ്റക്കപ്പ് ആവുന്നു, പിന്നെ ചില ആപ്പ് സ്ക്രീൻസിൽ സ്റ്റക്കപ്പ് ആവുന്നു, അങ്ങനെ കുറേ ഗ്ലിച്ചസ് ഉണ്ടായിരുന്നു. സോ ദാറ്റ് വാസ് ഹിയർ ആൻഡ് ദെയർ. പിന്നെ ഒരു ഫൈനൽ മെയിൻ ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയത് ഇവരുടെ സെൽഫി ക്യാമറയിലുള്ള ഒരു കളർ ഷിഫ്റ്റ് ആണ്. അത് like I saw that in couple of videos and I was like, oh, it's not that much of an issue, I don't think, at least.
പക്ഷേ നമ്മൾ ആക്ച്വലി കാണുമ്പോഴാണ് നമ്മളെ ഒരുമാതിരി ചോപ്പാക്കിയാണ് വെച്ചേക്കുന്നത് ഇവർ ബേസിക്കലി. സോ നമ്മളെ റെഡാക്കി കളറാക്കി വെച്ചിട്ട് അതാണ് നമ്മൾ പ്രിവ്യൂ കാണുന്നത്. എന്നിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ ഇവർ പ്രോസസ്സ് ചെയ്ത് നാച്ചുറൽ കളറൊക്കെ ആക്കി തരും. പക്ഷേ വൺസ് വി ആർ ടേക്കിംഗ് ദ ഫോട്ടോ നമ്മൾ സ്ക്രീനിൽ നോക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഇത് ഞാനല്ലല്ലോ അല്ലെങ്കിൽ ഇതെൻ്റെ കളർ അല്ലല്ലോ എന്നുള്ളൊരു തോന്നലുള്ളൊരു ഫീലിംഗ് ആണ്. സോ ഇറ്റ്സ് നോട്ട് ദ ബെസ്റ്റ്. ഐ എം ഹോപ്പിംഗ് ദേ മൈറ്റ് ഹാവ് എ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഓർ സംതിങ് ടു ഫിക്സ് ദാറ്റ്. പക്ഷേ ദാറ്റ് ഈസ് എ മേജർ ഇഷ്യൂ. പിന്നെ എനിക്ക് പറയാനുള്ളത് കുറച്ച് പിക്സൽ ഫീച്ചേഴ്സ് ആണ്, കുറച്ച് അനോയിങ് സംഭവങ്ങൾ ദാറ്റ് നോട്ട് എക്സാക്ട്ലി ഫോർ 10 Pro. അത് പിക്സൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വരുന്ന കുറച്ച് ഇഷ്യൂസ് ആണ്. അതെനിക്ക് കുറച്ച് അനോയിങ് ആയിട്ട് തോന്നിയതുകൊണ്ട് ജസ്റ്റ് മെൻഷൻ ചെയ്യണമെന്ന് എനിക്ക് തോന്നി, അത്രേ ഉള്ളൂ. So first one is the Google search widget. I don't know if I noticed that on 9 Pro or maybe ഞാൻ കുറച്ച് സമയം യൂസ് ചെയ്തുള്ളായിരുന്നു 9 Pro, അതുകൊണ്ട് maybe I didn't get the time to see it. പക്ഷേ 10 Proയിൽ ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു. അത് സംഭവം ആ സെർച്ച് വിഡ്ജറ്റ് നമ്മുടെ ഹോം സ്ക്രീനിലുണ്ട് ആൻഡ് ഇറ്റ്സ് സ്റ്റക്ക് ദെയർ. നമ്മൾ അത് കളയാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാനും കസ്റ്റമൈസ് ചെയ്യാനൊന്നും പറ്റില്ല. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് അനോയിങ്. ഇറ്റ്സ് ജസ്റ്റ് സിറ്റിംഗ് ദെയർ ഇഫ് വി ഡോണ്ട് ഈവൻ നീഡ് ഇറ്റ്. ആൻഡ് സെർച്ച് വിഡ്ജറ്റിൻ്റെ കസ്റ്റമൈസേഷൻ പറയണ പോലെ തന്നെയാണ് ഇതിൽ ബാക്കി കുറേ വിഡ്ജറ്റ്സ് ഉണ്ടെങ്കിലും എല്ലാത്തിൻ്റെയും കസ്റ്റമൈസേഷൻ കൈൻഡ് ഓഫ് ലിമിറ്റഡ് ആണ്. മേ ബി ഐ എം ജസ്റ്റ് ബയസ്ഡ് ബിക്കോസ് ഐ എം കമ്മിങ് ഫ്രം സാംസങ്. അതിലെ കസ്റ്റമൈസേഷൻ ഈസ് ഭയങ്കര സംഭവം. പക്ഷേ ഇതിലെ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഭയങ്കര ലിമിറ്റഡ് ആയിട്ട് തോന്നുന്നു. പിന്നെയുള്ളത് ഒരു ഗ്ലാൻസ് ഫീച്ചർ ഉണ്ട്. അത് ഐ എം പ്രെറ്റി ഷുവർ പിക്സൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം. അത് ആ മെയിൻ സ്ക്രീനിൽ തന്നെ മുകളിൽ ഉണ്ട് ആ ഗ്ലാൻസ് ഫീച്ചർ, which sometimes shows us useful information. പക്ഷേ അല്ലാത്തപ്പോൾ എന്തൊക്കെയൊക്കെയോ വെതറും സംഭവമൊക്കെ. I already have the weather widget and all that, so it's like unnecessary information showing up there. So it's not exactly useful all the time. നമ്മളത് ടേൺ ഓഫ് ചെയ്യാന്ന് വിചാരിച്ചാലും ആ സ്പേസ് നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. That space is gonna be there. So I don't know what exactly the point is. പിന്നുള്ളൊരു ഫീച്ചർ ഞാൻ ഇപ്രാവശ്യമാണ് അത് നോട്ടീസ് ചെയ്തത് ആൻഡ് ഓൾസോ ഇറ്റ്സ് കൈൻഡ് ഓഫ് മേക്കിംഗ് ബിഗ് ഹെഡ്ലൈൻസ് നൗ. അത് സൈഡ് ലോഡിങ് ആപ്സ് ആണ്. നമ്മൾ APKs ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന പരിപാടി. അത് ബേസിക്കലി ഗൂഗിൾ ഇസ് ട്രൈങ് ടു ഗെറ്റ് റിഡ് ഓഫ് ഇറ്റ് എന്നാണ് കേൾക്കുന്നത്. ദാറ്റ് ദ ഡെവലപ്പേഴ്സ് വുഡ് ഹാവ് ടു രജിസ്റ്റർ വിത്ത് ദെം ടു ഈവൻ ഹാവ് ദാറ്റ് ഇൻസ്റ്റാൾഡ് ആൻഡ് സ്റ്റഫ്. അതിൻ്റെ ഞാൻ അനുഭവിച്ചത് മെയിൻലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ DJI ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കി. സോ വാട്ട് ഹാപ്പൻഡ് വാസ് അഡ്വാൻസ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഗൂഗിളിലുണ്ട് ഇപ്പോൾ. അത് നമുക്ക് ഡിവൈസിനും ഓൺ ചെയ്യാം, അക്കൗണ്ടിനും ഓൺ ചെയ്യാം, നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിനും. സോ ഐ ടേൺഡ് ഇറ്റ് ഓൺ ഫോർ ബോത്ത് ആൻഡ് വിത്ത് ദാറ്റ് ദേ വോണ്ട് ലെറ്റ് യു ഇൻസ്റ്റാൾ APK ഫയൽ. സോ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിയിട്ട് അത് നടന്നില്ല. എന്നിട്ട് ഐ വാസ് ലൈക്ക് ഗൂഗിളിങ് വാട്ട് എക്സാക്ട്ലി ടു ഡു ആൻഡ് ഓൾ ദാറ്റ്. സോ അഡ്വാൻസ് പ്രൊട്ടക്ഷൻ ടേൺ ഓഫ് ചെയ്യാൻ പറഞ്ഞു. സോ ഞാൻ ഡിവൈസിന് ടേൺ ഓഫ് ചെയ്തു, അക്കൗണ്ട് ടേൺ ഓഫ് ചെയ്തു, എന്നിട്ടും ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് കുറേ ഞാൻ വായിച്ച് വന്നപ്പോഴാണ് നമ്മൾ രണ്ടും ടേൺ ഓഫ് ചെയ്താലും ഇറ്റ് ടേക്സ് ലൈക്ക് 24 hours or 24 to 48 hours or something for them to actually just take all that information off so that we can install a APK. സോ അത് ഇപ്പോഴേ നമ്മൾ ഇത്ര ബുദ്ധിമുട്ടാണ്. ഞാനത് അറിഞ്ഞിരുന്നില്ല, അതുകൊണ്ടാണ് അഡ്വാൻസ് പ്രൊട്ടക്ഷൻ ടേൺ ഓൺ ചെയ്തത്. പക്ഷേ ഇപ്പം തന്നെ ഇത്രയും ബുദ്ധിമുട്ടാണ് നമുക്ക്. എന്നിട്ട് ഞാനത് ഫോൺ റീസ്റ്റാർട്ട് ചെയ്ത് ഹാഡ് ടു വെയിറ്റ് കപ്പിൾ ഓഫ് hours or something. അത് കഴിഞ്ഞിട്ടൊക്കെയാണ് എനിക്ക് DJI ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയത്. സോ ഇപ്പോഴേ ഇതാണ്. ഇനി അവരപ്പോൾ സൈഡ് ലോഡിങ് കംപ്ലീറ്റ്ലി ഗെറ്റ് റിഡ് ഓഫ് ചെയ്യുമ്പോൾ ഇനി എന്തായിരിക്കും അവസ്ഥ എന്ന് നമ്മൾ കണ്ടറിയേണ്ടി വരും. സോ അങ്ങനെ നെഗറ്റീവ്സും അനോയൻസസും ഒക്കെ കഴിഞ്ഞു. ഇനി ബേസിക്കലി കുറച്ച് പോസിറ്റീവ് തിങ്സ് പറയാം. അത് ടോട്ടലി സബ്ജക്റ്റീവാണ്. നമുക്ക് ഞാൻ പറയുന്ന ഫീച്ചേഴ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിരിക്കില്ല. സോ ടോട്ടലി മൈ ഒപ്പീനിയൻ, എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയണത്. സോ ഈ സൈസും ഈ നമ്മുടെ കയ്യിൽ പിടിക്കുന്ന ഒരു കംഫർട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആ സ്ക്രീൻ സൈസ് 6.3 ബട്ട് ഇറ്റ്സ് ലൈക്ക് ലോങ്. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് കംഫർട്ടബിൾ ടു കീപ്പ് ഇറ്റ് ഇൻ വൺ ഹാൻഡ്. 6.3 സൈസാണ് പറയുന്ന ഐഫോണും, പക്ഷേ ദാറ്റ് ഈസ് കൈൻഡ് ഓഫ് വൈഡർ. സോ ഇറ്റ്സ് സ്റ്റിൽ കൈൻഡ് ഓഫ് ഹാർഡർ ഫോർ മീ ടു ഹോൾഡ് ഇൻ ഹാൻഡ്, ബട്ട് ദിസ് വൺ ഫീൽസ് സോ നൈസ്. സോ ആ ഒരു സൈസും അതിൻ്റെ കംഫർട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അറ്റ് ദ സെയിം ടൈം ഇതിൻ്റെ സ്ക്രീനും ഭയങ്കര അടിപൊളി ആയതുകൊണ്ട് ഓവറോൾ നമ്മൾ കൈ പിടിക്കുമ്പോൾ നൈസൊരു ഫീലിംഗ് ആണ്. പിന്നെ നെക്സ്റ്റ് ഒരു തിങ് ഉള്ളത് അതിൻ്റെ പിക്സൽ സ്നാപ്പ് ഫീച്ചർ. അതൊരു പുതിയ സംഭവമല്ല, നമുക്കറിയാം ആപ്പിൾ മാഗ്സേഫിൻ്റെ സംഭവം എക്സ്റ്റൻഷനാണ് ബേസിക്കലി. പക്ഷേ അത് എനിക്ക് ഓൾറെഡി ഈ മാഗ്സേഫ് ചാർജേഴ്സും അല്ലെങ്കിൽ C2 ചാർജേഴ്സ് ഉണ്ടായിരുന്നു എനിക്ക്. സോ അതുകൊണ്ട് വെൻ ഐ ഹാഡ് ദിസ് ഐ വാസ് ലൈക്ക് ഓക്കെ, ഐ ക്യാൻ ജസ്റ്റ് യൂസ് ഇറ്റ് വിത്ത് ഓൾ ദീസ് ഗാഡ്ജറ്റ്സ്. പക്ഷേ മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ചാർജേഴ്സിനാണ്. എനിക്ക് 1-2 ചാർജേഴ്സ് ഇവിടെ ഉണ്ട്. സോ മെയിൻലി പിക്സൽ സ്നാപ്പ് ഫീച്ചർ മാഗ്സേഫ് ആയിട്ട് കോമ്പാറ്റബിൾ ആയതുകൊണ്ട് അതിൻ്റെ അഡ്വാൻറ്റേജ്. എനിക്ക് ഓൾറെഡി ഐഫോൺ ഉണ്ട്. സോ അതിൻ്റെ ഞാൻ മാഗ്സേഫ് ആക്സസറീസ് കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു അഡ്വാൻറ്റേജ്. പിന്നെ ഓഫ് കോഴ്സ് കുറച്ച് ക്ലാസിക് പിക്സൽ ഫീച്ചേഴ്സ് ഉണ്ട്, ലൈക്ക് കോൾ സ്ക്രീനിങ്, പിന്നെ ഇവരുടെ സ്ക്രീൻഷോട്ട്സ് ആപ്പ്. ഐ ഡിഡ്ന്റ് നോ ഐ വുഡ് എൻഡ് അപ്പ് ലൈക്കിങ് ഇറ്റ്,
ബട്ട് ഐ ഡു ലൈക്ക് ഇറ്റ് കൈൻഡ് ഓഫ് നമുക്ക് അത് സോർട്ട് ഔട്ട് ചെയ്യാം, ഓരോ ഫോൾഡേഴ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് സോർട്ട് ചെയ്ത് വെക്കാം, അങ്ങനെയൊക്കെ പറയുന്നതൊക്കെ വി ക്യാൻ ഈസിലി സെർച്ച് ഫോർ സ്റ്റഫ്. സോ ആ ഒരു സ്ക്രീൻഷോട്ട് സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. കോൾ സ്ക്രീൻ ഓഫ് കോഴ്സ് നമുക്ക് സ്പാം പ്രൊട്ടക്ഷൻ, പിന്നെ അല്ലെങ്കിൽ ആൾക്കാരെ സ്ക്രീൻ ചെയ്യാൻ അൺനോൺ നമ്പേഴ്സ് ആൻഡ് ഓൾ ദാറ്റ്. സോ ഓൾ ദാറ്റ് ഇസ് റിയലി നൈസ്. പിന്നെ ഓൾസോ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിനകത്ത് ബിൽറ്റ് ഇൻ VPN വരുന്നതാണ്. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് നൈസ് വെൻ എവർ യു ഗോ ഔട്ട് ആൻഡ് റാൻഡം വൈഫൈ നെറ്റ്വർക്കിലൊക്കെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ, വിച്ച് ഈസ് ഓൾസോ ആൻ അഡ്വാൻറ്റേജ് ഫോർ പിക്സൽ. അവർ നമുക്ക് റാൻഡം വൈഫൈ നെറ്റ്വർക്ക്സ് ഒക്കെ അവൈലബിൾ ആണെങ്കിൽ നമ്മളെ നോട്ടിഫൈ ചെയ്യും. സോ വേണമെങ്കിൽ വി ക്യാൻ കണക്ട് ടു ഇറ്റ്. സോ അറ്റ് ദാറ്റ് പോയിന്റ് ഈ ബിൽറ്റ് ഇൻ VPN ഇസ് ഹാൻഡി. പിന്നെ മെയിൻ ഒരു സംഭവം പിക്സലിൻ്റെ വൈബ്രേഷൻസ് ആൻഡ് ഹാപ്റ്റിക്സ്, ഇറ്റ്സ് അടിപൊളി, ഒന്നും പറയാനില്ല. അത് മെയിൻലി പിക്സലിൻ്റെ തന്നെ ആപ്സും ലൈക്ക് അവരുടെ മെയിൻ ആപ്സ് ആൻഡ് ഓൾ ദാറ്റ് സിസ്റ്റം ഫീച്ചേഴ്സിനാണ് ഏറ്റവും അടിപൊളി. പക്ഷേ ദർ ആർ ഫ്യൂ അതർ തേർഡ് പാർട്ടി ആപ്സ് വിച്ച് യൂസസ് ഇറ്റ്, വിച്ച് ഈസ് ഓൾസോ റിയലി നൈസ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ ഹോപ്പ് ലൈക്ക് ദർ ആർ മോർ തേർഡ് പാർട്ടി ആപ്സ് വിച്ച് വുഡ് യൂസ് ഇറ്റ്. സോ നമുക്ക് എല്ലാ ആപ്പിനും ആ ഒരു ഫീൽ കിട്ടുന്നത് വുഡ് ബി റിയലി നൈസ്. പിന്നെ ഓഫ് കോഴ്സ് പിക്സൽ സോഫ്റ്റ്വെയർ ഈസ് ലൈക്ക് അനദർ എക്സ്പീരിയൻസ്. ഓവറോൾ ഇറ്റ്സ് സോ സ്നാപ്പി ആൻഡ് സ്മൂത്ത്. നമ്മൾ ബേസിക്കലി പണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഐഫോണിൻ്റെ ഫീച്ചറായിട്ട് പറഞ്ഞിരുന്നതാണ്, ഭയങ്കര ആനിമേഷൻ, സ്മൂത്ത് ആനിമേഷൻസ് ആൻഡ് ഭയങ്കര സ്നാപ്പി സ്മൂത്താണ് സംഭവം എന്നൊക്കെ പറയുന്നത്. ആ സെയിം സംഭവമാണ് പിക്സൽ ഏകദേശം പിടിച്ചേക്കുന്നത്. സോ ഭയങ്കര അടിപൊളിയാണ്. അത് ഞാൻ പറഞ്ഞ പോലെ 1-2 ഗ്ലിച്ചസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അതൊഴിച്ചാൽ ഓവറോൾ ഇറ്റ്സ് ലൈക്ക് റിയലി ഫാസ്റ്റ്, ഫ്ലൂയിഡ് ആൻഡ് ഭയങ്കര അടിപൊളിയാണ് യൂസ് ചെയ്യാനായിട്ട്. ആൻഡ് ലാസ്റ്റ് ഒരു സംഭവമാണ് ഇതിൻ്റെ സ്പീക്കേഴ്സ്. അത് റിയലി ലൈക്ക് 9 Pro ആയിട്ട് ഞാൻ കമ്പയർ ചെയ്യുമ്പോഴും, ഈവൻ എൻ്റെ S25 Plus ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഐ ഫീൽ ലൈക്ക് ദിസ് ഇസ് ലൗഡർ ആൻഡ് ഓൾസോ ഭയങ്കര നൈസ് സൗണ്ടിങ് ആണ്. സോ ആവശ്യത്തിന് ബേസും ഒക്കെ മിഡ്സും ഒക്കെ നമുക്ക് നല്ലപോലെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഐ ജസ്റ്റ് ഫീൽ ലൈക്ക് ദിസ് ഇസ് എ മോർ ഫുള്ളർ സ്പീക്കർ. സോ ഓവറോൾ ഭയങ്കര അടിപൊളി അപ്ഗ്രേഡ് ആയിട്ടാണ് സ്പീക്കേഴ്സ് എനിക്ക് തോന്നിയത്. സോ അങ്ങനെ ഓവറോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് അപ്ഗ്രേഡ്, പക്ഷേ നോട്ട് സംതിങ് ഐ വാസ് ലൈക്ക് അമേസിങ് എന്ന് പറയുന്ന ഒരു ലെവലിലോട്ട്, which was what I was hoping when I was waiting for the 10 Pro. ബിക്കോസ് ഞാൻ 9 Pro യൂസ് ചെയ്ത് തന്നെ വാവ് അടിപൊളി സംഭവം. അപ്പോൾ 10 അവർ തകർക്കും, ഭയങ്കര അപ്ഗ്രേഡ്സ് ആയിരിക്കും. കാരണം 10th ജനറേഷനൊക്കെ ആണല്ലോ. ഐഫോൺ 10 ഒക്കെ അവർ ഇറക്കിയപ്പോൾ ഭയങ്കര സംഭവമായിരുന്നു. അതേപോലെ നമ്മൾ പിക്സൽ 10 ഇറക്കുമ്പോൾ അവർ ഭയങ്കര അടിപൊളിയായിട്ട് ഇറക്കും. പിന്നെ നമ്മൾ ടെൻസർ G5 ഒക്കെ അടിപൊളിയായിരിക്കും എന്നൊക്കെ വിചാരിച്ചാണ് വന്നത്. പക്ഷേ ഓവറോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് അണ്ടർവെൽമിങ് ഫോർ മീ. നമ്മൾ വിചാരിച്ച അത്ര അപ്ഗ്രേഡ്സും കിട്ടിയില്ല. ഐ വാസ് ഹോപ്പിംഗ് ഫോർ ഫാസ്റ്റർ ചാർജിങ് അറ്റ് ലീസ്റ്റ്. പിക്സൽ 10 Pro XLന് ഫാസ്റ്റർ ചാർജിങ് ഉണ്ട്, പക്ഷേ ആ ചാർജിങ് സ്പീഡ് ഇതിലോട്ട് വരാത്തതുകൊണ്ട് ഐ എം കൈൻഡ് ഓഫ് ബംഡ് ഔട്ട്. ആൻഡ് വൺ ഓഫ് ദ മെയിൻ തിങ്സ് ബീയിങ് 3 ആഴ്ചയായിട്ടും ബാറ്ററി ഐ എം സ്റ്റിൽ നോട്ട് ഷുവർ ഇഫ് ഇറ്റ് വിൽ ഹോൾഡ് ആസ് ഗുഡ് ആസ് 9 Pro. സോ അതൊരു മേജർ തിങ് ആണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഞാൻ മിക്കവാറും റിട്ടേൺ ചെയ്യാനാണ് ചാൻസ്. ഞാൻ S25 Plus തന്നെ കീപ്പ് ചെയ്യുമായിരിക്കും, മേ ബി ഫോർ അനദർ ഇയർ, ആൻഡ് ട്രൈ ഔട്ട് ദ നെക്സ്റ്റ് ജനറേഷൻ Samsung and also next generation Pixel maybe. പക്ഷേ ആസ് ഓഫ് നൗ ഞാൻ 9 Pro ട്രൈ ചെയ്തിട്ട് 10 Pro വരുമ്പോൾ ഐ വാസ് മിസ്സിങ് ദാറ്റ് മാജിക് വിച്ച് ഐ ഫെൽറ്റ് വിത്ത് 9 Pro. സോ അതുകൊണ്ട് ഐ എം പ്രോബ്ലി ഗോണ റിട്ടേൺ ഇറ്റ്. സോ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് പറയുക വീഡിയോ കണ്ടിട്ട്. നിങ്ങൾ പിക്സൽ യൂസേഴ്സ് ആണോ? നിങ്ങൾ ആരെങ്കിലും മേടിച്ചായിരുന്നോ? എന്തെങ്കിലും ഇതേപോലെ പ്രശ്നങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നുണ്ടോ? എന്തൊക്കെയാണ് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്ന് പറയുക. ഐ വിൽ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വൺ.